തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM BJP ഡീൽ ഉള്ളതാണെന്ന UDF സ്ഥാനാർത്ഥി KS ശബരിനാഥ്. BJPയും CPM ചേർന്ന് എത്ര തന്നെ CJP കക്ഷി ഉണ്ടാക്കിയാലും ഇത്തവണ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ജനങ്ങൾ തന്നെ ഈ ഡീലിനെ തോൽപ്പിക്കുമെന്നും ശബരിനാഥൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP CPM ഡീലുണ്ടെന്ന ആരോപണത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി UDFിന്റെ മേയർ സ്ഥാനാർത്ഥിയുള്ള KS ശബരിനാഥൻ മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. CPM BJP ഡീലുണ്ടെന്ന് പറഞ്ഞത് CPMന്റെ തന്നെ ഒരു LC അംഗമാണ്. എങ്ങനെ കാണുന്നു? കാരണം കൃത്യമായിട്ടും ഈ നഗരത്തിൽ LDFിൻ്റെ BJP ഡീലുള്ളതാണ്. അതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചെമ്പഴന്തിയിൽ നിന്നുള്ള ശ്രീകാര്യ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അത് വളരെ ക്ലിയർ അല്ലേ? നമ്മൾ പല വാർഡുകൾ നോക്കുകയാണെങ്കിൽ എൻ്റെ വാർഡിനടുത്തുള്ള പാങ്ങോട് മത്സരിക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം RSSൻ്റെ പ്രവർത്തകനാണ്. ഞാൻ മനസ്സിലാക്കുന്ന RSSൻ്റെ 100ാം വാർഷികത്തിൽ RSS കുപ്പായമണിഞ്ഞ് റൂട്ട് മാർച്ച് നടത്തിയ ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നാൽ പിന്നെ BJP ആയിട്ട് മത്സരിച്ചാൽ പോലെ. അദ്ദേഹം തന്നെ മീഡിയയ്ക്ക് കൊടുത്ത് ബൈറ്റിൽ പറയുന്നത് ഞാനൊരു RSSകാരനാണ്, പക്ഷേ ഞാൻ ഒരു LDFകാരൻ കൂടിയാണെന്നുള്ളത്. അപ്പോൾ ഈ ചുവപ്പും കാവ്യവും ഒക്കെ ഒന്നാണെന്ന് അവരുടെ സ്ഥാനാർത്ഥി തന്നെ പറയുകയാണ്. പക്ഷേ എന്തുമാത്രം അവർ CPM BJPയും CJP കക്ഷി ഉണ്ടാക്കിയാലും ഇത്തവണ ജനങ്ങൾ കോൺഗ്രസിൻ്റെ അവസരം നൽകണം. കോൺഗ്രസ് പറയുന്ന വികസന നയങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു ഭാവി തിരുവനന്തപുരത്തെ ഉണ്ടാക്കുവാൻ, അഴിമതി മുക്ത തിരുവനന്തപുരത്തെ ഉണ്ടാക്കുവാൻ, കാഴ്ചപ്പാടുള്ള തിരുവനന്തപുരം വരുവാൻ UDFിന് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യും. 50 സീറ്റിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ഡീലിൽ ആശങ്കയുണ്ടോ കോൺഗ്രസിന്? ഇതിലൊരു ആശങ്കയും ജനങ്ങളിത് കാണുകയാണ്. കാരണം പണ്ടൊക്കെ ഇത് അടുത്തിട്ട് നടക്കുന്നതായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ കണ്ടു തുടങ്ങി. അതിൽ ഇഷ്ടപ്പെടാത്ത നല്ല കമ്മ്യൂണിസ്റ്റുകാർ അതിനെതിരെ സംസാരിക്കുകയാണ്. പല വാർഡുകളും ഇത്തരത്തിൽ ഈ 1-2 വാർഡുകൾ മാത്രമല്ല പലയിടത്തു നിന്നുള്ളവർക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ തന്നെ ഈ ഡീലിനെ തോൽപ്പിക്കും. ഇവിടെ UDF വരണമെന്ന് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ല പ്രവർത്തനം നടത്തി നമ്മൾ തന്നെ വിജയിച്ച് ഈ നഗരസഭയിലും ഈ നാട്ടിലും ഒരു മാറ്റമുണ്ടാക്കും. ക്യാമറ പേഴ്സൺ ബിജു മടവനോടൊപ്പം RB സനു, മീഡിയ 1.